അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം വികസിപ്പിച്ച സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അവിടെ ബിക്കാനീർ മുംബൈ എക്സ്പ്രസ് ട്രെയിൻ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിൻ്റെ യാത്ര തുടങ്ങി. ഇനി അല്പസമയത്തിനകം തന്നെ ദേശ്നോക്ക് സ്റ്റേഷൻ അവിടെയാണ് അദ്ദേഹം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ദേശ്നോക്ക് സ്റ്റേഷൻ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച ഒരു സ്റ്റേഷനാണ്. അവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതിനൊപ്പം തന്നെ മറ്റ് 103 ഇടങ്ങളിലെ കൂടി ഉദ്ഘാടനം ഓൺലൈനായി ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഈ ദേശ്നോക്കിലെ തന്നെ കർണിമാതാ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ ആ ദർശനം നേരത്തെ നടന്നു കഴിഞ്ഞോ, അദ്ദേഹം ഇവിടുന്നാണോ പോകുന്നതെന്ന് വ്യക്തമല്ല. ഏതായാലും 26,000 കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും രാജ്യത്തിന് സമർപ്പിക്കലും ഒക്കെ ഇന്ന് അദ്ദേഹം നിർവഹിക്കും. കേരളത്തിലും വിവിധയിടങ്ങളിൽ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ വടകര, മാഹി ഉൾപ്പെടുന്നു, ചിറയിൻകീഴ് ഉൾപ്പെടുന്നു. നമുക്ക് കോഴിക്കോടേക്ക് പോകാം. ഗോകുൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ഗോകുൽ, വടകരയിൽ നമ്മൾ നേരത്തെ കണ്ടു, അവിടെ ഈ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു. പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടിയായിരിക്കും അവിടെയും ഉദ്ഘാടന ചടങ്ങുകൾ. എത്ര പേർ സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട്? വളരെ വിപുലമായ ചടങ്ങുകൾ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നത് നമ്മൾ കണ്ടതാണ്. വിവരങ്ങൾ എന്താണ് ഗോകുൽ? വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന പരിപാടികളെ വടകര നിവാസികൾ സ്വീകരിക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. PT ഉഷ MP ഉണ്ട്, ഷാഫി പറമ്പിൽ MP ഉണ്ട്. ഈ ആളുകളൊക്കെ ഇതിനോടകം തന്നെ ഇവിടെ വന്നിട്ടുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞു. നേരത്തെ 9:30 കൂടിയിട്ടായിരുന്നു പരിപാടികളൊക്കെ ആരംഭിച്ചത്. വിവിധ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചില മത്സര കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ചിത്രരചന മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇന്നത്തെ ദിവസത്തെ ഈ ഉദ്ഘാടനം നടക്കുന്നതിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു ഈ ദിവസത്തെ വരവേൽക്കാൻ വടകര ജനങ്ങൾക്ക് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷാഫി പറമ്പിൽ MPയും ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ അനുമോദിച്ചുകൊണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഇച്ഛാശക്തിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. 2047 ആകുമ്പോഴേക്കും ഒരു വികസിത ഭാരതം എന്ന സങ്കല്പം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും അതിനുവേണ്ടിയുള്ള അധ്വാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ജോർജ് കുര്യൻ സംസാരിച്ചത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ അധ്വാനം എന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ വർഷം 1000-ഓളം റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത്. ഈ സമയത്ത് തന്നെ 1300-ഓളം റെയിൽവേ സ്റ്റേഷനുകൾ ഈ രീതിയിൽ അമൃത് സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. 20,000 കോടി രൂപയുടെ പദ്ധതിയാണ് കേരളത്തിൽ മാത്രം നടന്നു വരുന്നത്. പാലക്കാട് ഡിവിഷന് കീഴിൽ ഏകദേശം 13ഓളം റെയിൽവേ സ്റ്റേഷനുകൾ ഈ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. അമൃത് ഭാരത് പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം 60 കോടിയോളം രൂപയാണ് അവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിലവാരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെയാണ് അവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വടകരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 22 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ പ്രവൃത്തികളും പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എന്ന് പറയാൻ ചെറിയ 2000 സ്ക്വയർ മീറ്ററിലുള്ള ഒരു പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണമാണ്. ബാക്കി അടിമുടി വടകര റെയിൽവേ സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. എല്ലാ തരത്തിലും ഒരു നവീകരിച്ച മുഖത്തോടു കൂടിയാണ് വടകര റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ജനങ്ങളെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ തരത്തിലും ഡിജിറ്റലൈസ് ചെയ്ത സംവിധാനങ്ങൾ ഉൾപ്പെടെ കൂടിയുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രങ്ങളായ AC, non-AC വിഭാഗത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇരിപ്പിടങ്ങളൊക്കെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കൂടുതൽ നവീകരിച്ച രീതിയിൽ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിച്ചിരിക്കുന്നത് 710 മീറ്റർ നീളത്തിലാണ് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഇവിടെ നവീകരിച്ചിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. 24 ബസ്സുകളുള്ള ട്രെയിനുകൾക്ക് പോലും ഇവിടെ ബർത്ത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നവീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് നേരത്തെ റെയിൽവേ സ്റ്റേഷനുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നിരിക്കുമ്പോൾ മഴയും വെയിലും ഒക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും 710 മീറ്ററും റൂഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റെയിൽവേ സ്റ്റേഷന്റെ പരിസരങ്ങളും ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചിരിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടത്തിന് സമാനമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, ആ കുളം നവീകരിച്ചിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ പാർക്കിലേക്ക് കടന്നു വരുന്നതിന് സമാനമായ രീതിയിലാണ് ഇവിടെയുള്ള നവീകരണ പ്രവർത്തനങ്ങളൊക്കെ
പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. സമയബന്ധിതമായി തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നേതൃത്വം നൽകിയ DRM അരുൺകുമാർ ചതുർവേദിയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ പരിപാടികളൊക്കെ അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നിരുന്നത്. ജോർജ് കുര്യൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് അഭിനയിക്കുന്ന ഒരു കാഴ്ചയുമുണ്ടായിരുന്നു. ഈ സമയം ഷാഫി പറമ്പിൽ MPയും KK MLA പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ ഈ വടകര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതിന് മറുപടി എന്നോണം ജോർജ് കുര്യൻ പറഞ്ഞിട്ടുണ്ട്. സേവനങ്ങൾ തരാനുള്ള പടിപ്പടിയിലാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു. അതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ കൂടുതൽ ആളുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ തക്കതായ രീതിയിൽ ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തപ്പെടേണ്ടിയിരിക്കുന്നു. കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് മുന്നോടിയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനോട് ഈ വടകര റെയിൽവേ സ്റ്റേഷനോട് കിടപിടിക്കുന്ന രീതിയിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നവീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. പാലക്കാട് ഡിവിഷന് കീഴിൽ 13 റെയിൽവേ സ്റ്റേഷനുകൾ ഏകദേശം 210 കോടി രൂപയാണ് പാലക്കാട് ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. ആസാദിക്ക് അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി 2023 ഇത്തരം ഒരു പദ്ധതി നരേന്ദ്രമോദി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കാൻ ഒരുങ്ങുകയും ചെയ്തത്. ഈ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ ഉദ്ഘാടനവും പ്രധാനമന്ത്രി തന്നെ ആയിരുന്നു ഓൺലൈനായിട്ട് നിർവഹിച്ച് ഇത്തരം 22 കോടി രൂപയുടെ പദ്ധതി സമയബന്ധിതമായി തന്നെ കൃത്യമായി പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ പദ്ധതികളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഒരു പദ്ധതി തറക്കല്ലിടുന്നു, അത് നീണ്ടു പോകുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് വിപരീതമായി കൃത്യമായി മേൽനോട്ടം വഹിക്കാനും അതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താനും നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതികൾ മനസ്സിലാക്കാനും ഒക്കെ കൃത്യമായി ആളുകളെ നിയോഗിക്കുന്നു. അതിന് മന്ത്രിതല സംഘം തന്നെ ഓരോ ഘട്ടത്തിലും വന്ന് നിർമ്മാണ പുരോഗതിയൊക്കെ പരിശോധിക്കുന്നു എന്ന് പറയുന്നത് ഈ വികസിത ഭാരതത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായി വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ജോർജ് കുര്യനാണ് ഇവിടെ വടകര റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്താൻ ഓരോ മാസം കൂടുമ്പോഴും ജോർജ് കുര്യൻ തന്നെ നേരിട്ടെത്തി സ്ഥലം വിസിറ്റ് ചെയ്യുന്ന ഒരു രീതി ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിനാൽ തന്നെ എത്ര നാളിനുള്ളിലാണോ ഓരോ പദ്ധതി പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ ഓരോ പദ്ധതി പൂർത്തിയാകും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതിന് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് രാജ്യത്ത് 103 റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യഘട്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിൽ 2 മാഹിയും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള മാഹിയിൽ 1 ഉൾപ്പെടെ 3 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇന്ന് നവീകരിക്കുന്നത്. 3 ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ ഉൾപ്പെട്ട 103 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ 3 ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സമയബന്ധിതമായി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിൽ ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ ഒരു യൂസർ ഫ്രണ്ട്ലി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ജോർജ് കുര്യൻ ഉൾപ്പെടെ ആളുകൾ സംസാരിക്കുന്നുണ്ട്.